ഹായ് ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. ഞാനിന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ഏലക്കായ, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ഒരു 1.5 സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ഒരുപാട് വഴന്ന് ഗോൾഡ് ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചതയ്ക്കാനായിട്ട് ഒരു കൂടം വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 8 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മൂന്നും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ സവാളയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ക്യാരറ്റ്, 1 പൊട്ടാറ്റോ, പകുതി തക്കാളിയാണ്. ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 700 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തുറന്നു വെച്ച് തന്നെ ചിക്കനെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1.5 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് രണ്ടാം പാലല്ല, കട്ടി തേങ്ങാപ്പാൽ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു 1.5 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടി തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല, രണ്ടാം പാൽ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കുക്കായോ നോക്കാം. ഇപ്പോൾ ഇത് ചിക്കനൊക്കെ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പാൽ തന്നെയാണ് ചേർക്കുന്നത്. മൊത്തത്തിൽ 3 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. വലിയൊരു 2 തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ള പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഈ പാലിലേക്ക് ഞാൻ 10 കശുവണ്ടി പരിപ്പും കൂടെ കുതിർത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടെ ഒഴിച്ചു കൊടുക്കുക. കറി എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണും താഴെയായിട്ട് കുറച്ച് ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ഓൾ സ്പൈസസ് ഇട്ടതാണ്. അതുകൊണ്ട് ഗരം മസാലൻ്റെ അളവ് വളരെ കുറയ്ക്കുന്നതായിരിക്കും നന്നാവുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കറി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളച്ച് പോവണ്ട. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഈ ക്രീം ഇല്ലാതെയും ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു ക്രീം ചേർക്കുമ്പോൾ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ക്രീം ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് ചേർക്കാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ കറിയൊക്കെ അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് താളിപ്പിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ കൂടെ തന്നെ ഞാൻ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4 അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, കറിക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലിടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്.
ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് നെയ്യും എടുക്കാം താളിക്കാനായിട്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ ഇന്നുണ്ടാക്കി നാളെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്കാക്കി ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.